അധിക വീട്ടിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരിക്കും അല്ലേ? കാരണം എന്തുകൊണ്ടാ? പുട്ടുണ്ടാക്കാൻ വളരെ എളുപ്പമാണല്ലോ. അതുകൊണ്ട് ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരാണെങ്കിൽ അവർ ഒന്നരാടന് എന്തായാലും പുട്ട് തന്നെ ഉണ്ടാക്കാനായിരിക്കും നോക്കുക. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലോ വൈകുന്നേരം ആകുമ്പോൾ പുട്ട് ബാക്കിയാവുകയും ചെയ്യും. ഞങ്ങളുടെ വീട്ടിൽ അതേപോലെയാണ് കേട്ടോ. അധികവും പുട്ടായിരിക്കും, പുട്ട് ബാക്കി വരികയും ചെയ്യും. പക്ഷേ ഇനി എത്ര പുട്ട് ബാക്കിയായാലും അത് വേസ്റ്റ് ആവില്ല കേട്ടോ. ഇനി പുട്ട് കൊണ്ട് ഒരു അടിപൊളി ഐറ്റം തയ്യാറാക്കുക. ഈവനിങ് സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം. നല്ല ഹെൽത്തിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ള പുട്ടുകളൊക്കെ നന്നായിട്ട് പൊടിച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു പാനിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതുമാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് എന്താണ്? കറിവേപ്പില. ഞാൻ എന്തുണ്ടാക്കുമ്പോൾ കറിവേപ്പില ഇടും കേട്ടോ. അതെനിക്കൊരു ശീലമായിപ്പോയി. പിന്നെ ഒരേ വലുപ്പത്തിലുള്ള ഒരു ഉള്ളിയും ഒരു തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല, ബിരിയാണി മസാല. പിന്നെ ഞാനിവിടെ മുളക് ഉപയോഗിച്ചില്ല, അതിന് പകരം കുരുമുളക് പൊടിയാട്ടോ ചേർക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഗരം മസാലയൊക്കെ ചേർക്കുമ്പോൾ ഒരു ബിരിയാണീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ആണ് അത് ചേർക്കുന്നതെന്നുള്ളൂ. പിന്നെ മുളക് പൊടിക്ക് പകരം കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് എന്നും എണ്ണ പലഹാരമൊന്നും കൊടുക്കാതെ ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരമൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട വേണം. ഒരു കോഴിമുട്ട നമുക്കിതിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നമ്മളെ മുട്ട ഉടച്ചതല്ലേ? അതെ, അത് തന്നെയാണ് ഇത്. ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യുക? നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പുട്ട് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ബിരിയാണീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആട്ടോ വരിക. ഇനി തക്കാളി, ഉള്ളി, കോഴിമുട്ട ഒന്നും നമ്മുടെ വീട്ടിലില്ലെങ്കിൽ ഇതേപോലെ ഒന്നും ചെയ്യണ്ട. കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളി ഇട്ട് വഴറ്റിയിട്ട് അതിലേക്ക് പുട്ട് പൊടിച്ചതിട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും ഒന്ന് ചെയ്ത് നോക്കണേ. ഇതാകുമ്പം കുട്ടികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അവർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇതേപോലെയുള്ള ഈസി റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.